നമ്മൾ പെണ്ണുങ്ങളുടെ ഒരു അന്താരാഷ്ട്ര പ്രശ്നമാണ് എന്നാ കറി വെക്കുന്നത് നാളെ എന്നാ കറി വെക്കുന്നത്. ഈ ഒരു സംഭവം എല്ലാ വീട്ടിലും നടക്കുന്ന ഒരു കാര്യമാണിത്. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും എപ്പോഴും നടക്കുന്ന സംഭവമാണ് എല്ലാ ദിവസവും എന്നെ കറി വെക്കണ്ടേ എന്നുള്ള സംഭവം. അപ്പോൾ തലേദിവസം ഭയങ്കര ആലോചനയാണ്, നാളെ എന്നാ കറി വെക്കണ്ടേ. അത് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ ചിലപ്പോൾ കോമഡി ആയിട്ട് തോന്നും, പക്ഷെ അത് പെണ്ണുങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാകത്തുള്ളൂ. എല്ലാ ദിവസവും ഇങ്ങനെ മാറ്റി മാറ്റി കറി വെക്കണ്ടേ. അപ്പം അങ്ങനെ നമുക്ക് ഇന്ന് നമ്മൾ എന്നെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന് കറി വെക്കാൻ പറ്റുന്നൊരു കറിയാണ്. കറി മീൻസ് തോരൻ. തോരനാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഈ ചക്കയുടെ ഒരു സീസൺ ആണെങ്കിൽ നമ്മൾ ചെറിയ ചക്കയില്ലേ, ആ ചക്ക വെച്ചിട്ടാണ് നമ്മളിന്ന് ഈ തോരൻ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ചിലപ്പോൾ അറിയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചക്കേൻ്റെ സംഭവം എല്ലാവർക്കും അറിയാലോ. നമ്മൾ കൊറോണ സമയത്ത് എൻ്റെ പൊന്നെ ചക്കേന്റെ ഒരു സംഭവം നമ്മൾ വെറുതെ വിട്ടിട്ടില്ല. ചക്കക്കുരു ഷേക്ക് വരെ അടിച്ചു പിടിച്ച ടീമാണ് നമ്മൾ, അല്ലേ? അപ്പൊ ചക്കേന്റെ എല്ലാ സംഭവങ്ങളും കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്ന് നമ്മൾ കൊറോണ നമ്മളെ പഠിപ്പിച്ച്. അപ്പം ഇന്ന് നമ്മൾ വെറൈറ്റി ആണ്, ചിലർക്ക് അറിയത്തില്ലായിരിക്കുമല്ലോ. അപ്പൊ നമുക്കൊക്കെ അറിയാവുന്ന പണ്ടേ വെക്കുന്ന കറി തന്നെയാണ്. 10 മിനിറ്റും കൊണ്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഓൾറെഡി ചക്കയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ ചക്കയാണ്. അപ്പം ആക്സലിന് അത് പിടിക്കണം എന്ന് പറഞ്ഞാൽ അവൻ്റെ കൊടുത്തതാണ് കേട്ടോ. ഇത്രയും ചെറിയ ചക്കയാണ്. ചെറിയ ചക്കയില്ലേ, അധികം വലുപ്പം വെക്കാത്ത ചെറിയ ചക്കയാണ് നമ്മൾ ഈ കറി വെക്കാൻ വേണ്ടിയിട്ട്, അതായത് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. കുഞ്ഞി ചക്കയാണ്, എല്ലാരും കറി വെക്കണേ, ശരിക്ക്. ഫസ്റ്റ് നമ്മുടെ ചക്ക, നമ്മുടെ ആ ഒരു മുള്ളില്ലേ, ചക്കയുടെ ആ ഒരു മേൽഭാഗം, അത് നമ്മളിങ്ങനെ ചെത്തി ചെത്തി കളയുക കേട്ടോ. അധികം അങ്ങോട്ട് കയറ്റി ചെത്തണ്ട, പക്ഷെ ആ ഒരു മുള്ള് പോകുന്ന രീതിക്ക് നമ്മൾ ചെത്തുക. മൊത്തത്തിൽ അങ്ങനെ നല്ല വൃത്തിക്ക് ചെത്തിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് സാധാരണ പോലെ അത് നടുവേ നമ്മളിങ്ങനെ മുറിച്ച്, അധികം കുഞ്ഞു കുഞ്ഞു കഷ്ണമാക്കണ്ട, ചെറുതായിട്ട് ഒരു 4 അത് ചക്കയുടെ വലിപ്പം അനുസരിച്ച് നമ്മൾ മുറിക്കുക കേട്ടോ. അപ്പോൾ നല്ല വൃത്തിക്ക് അതിൻ്റെ എല്ലാ ഭാഗത്തെയും നല്ല വൃത്തിക്ക് ചെത്തി ചെത്തി കളയുക. അതിൻ്റെ മുള്ള് കാണാൻ നല്ല രസമില്ല, അതിങ്ങനെ ചെത്തുമ്പോഴത്തേനും ഇങ്ങനെ മുത്ത് പോലെ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ അതിനെ നടുക്കെ മുറിച്ചിട്ട് ഒരു 4 കഷ്ണമാക്കുക. ഇപ്പോൾ ഈ ചക്ക ഒരു 4 കഷ്ണം അല്ലെങ്കിൽ അത്രയാക്കിയാൽ മതി, അത്രയും ചെറുതല്ലേ. അപ്പോൾ അതിൻ്റെ അകത്തെ ആ ഒരു സംഭവം ഇല്ലേ, നമ്മളിവിടെ കൂഞ്ഞൽ എന്നാണ് പറയുന്നത് കേട്ടോ. നടുക്കത്ത് ഒരു കട്ടിയുള്ള സംഭവം, ആ ഒരു സംഭവം നമ്മൾ മുറിച്ച് കളയുക കേട്ടോ. അപ്പോൾ അത് മുറിച്ച് കളയുക. എന്നിട്ട് നല്ല വൃത്തിക്ക് നമ്മൾ ഇത് കഴുകിയിട്ട് നമ്മൾ അടുപ്പേ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പം ചക്കയുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ എത്ര കഷ്ണം വേണമെങ്കിലും ആക്കാം കേട്ടോ. ഭയങ്കര ചെറുതാക്കണ്ട, ചെറുതാക്കിയാൽ അത് ചിലപ്പം ഇങ്ങനെ പൊടിഞ്ഞു പോകുമായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും ഒരു കഷ്ണമാണ് കേട്ടോ ആക്കിയത്. അപ്പോൾ നമ്മളിത് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പേ വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതിൻ്റെ നെഗയ്ക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കേട്ടോ. ഇത് കുറച്ച് വലിയ കഷ്ണം ആയതുകൊണ്ട് അത് മുങ്ങാൻ പാകത്തിനുള്ള ഒരു നെഗക്ക നമ്മൾ വെള്ളം ഒഴിച്ചു. പിന്നെ ഇതിനകത്തോട്ട് കുറച്ചൊരു ഉപ്പും, ആവശ്യത്തിന് ഉപ്പും, പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത് കേട്ടോ. വേറെ ഇതിനകത്ത് ഇപ്പോൾ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇനി ഇത് വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അരപ്പാക്കത്തില്ലേ, അന്നേരം നമുക്ക് നമ്മുടെ സംഭവങ്ങൾ ഒക്കെ ഇട്ടാൽ മതി. ഇപ്പോൾ ഇതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം മതി കേട്ടോ. അങ്ങനെ നമ്മൾ ഇത് അടുപ്പയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളുടെ അരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. നമ്മളിവിടെ ഈ കാന്താരി, ഉണക്കക്കാന്താരിയാണ് കേട്ടോ എടുക്കുന്നത്. അതോടെ എരിവ് അനുസരിച്ച് നമ്മൾ എടുത്താൽ മതി. പിന്നെ നമ്മൾ സവോള, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ കറിവേപ്പില, പിന്നെ നമ്മുടെ തേങ്ങ ചിരണ്ടിയത്, പിന്നെ വെളുത്തുള്ളി, ഇതുപോലുള്ള സംഭവങ്ങളെല്ലാം കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അരയ്ക്കുമല്ല ചെയ്തത്, ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. അന്നേരത്തേനും നമ്മുടെ ചക്ക ഓൾറെഡി നല്ല വെന്ത് കണ്ടോ, വെന്ത് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ വെള്ളത്തിൽ നിന്ന് കോരി നമ്മളൊരു പാത്രത്തിലേക്ക് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനിയും നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇടിക്കണം. വേണമെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കാം, പക്ഷെ അത് ചിലപ്പോൾ അങ്ങനെ കറക്കിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കുഴഞ്ഞ പോലെ ഇരിക്കും ചിലപ്പം.
അപ്പോൾ അതുകൊണ്ട് നമ്മളിത് നമ്മുടെ അരകല്ല് ഉണ്ട്, പഴയ അരകല്ല് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളത് കഴുകിയിട്ട് നമ്മൾ വൃത്തിക്ക് ഉണക്കി വെച്ചേക്കുന്നതാണ്. അല്ലെങ്കിൽ വെള്ളം ഇരുന്നാൽ ചിലപ്പോൾ ഇത് ഇത്തേലോട്ട് വെള്ളമായിട്ട് ചിലപ്പോൾ കുഴഞ്ഞു പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ വെള്ളം കഴുകിയിട്ട് നമ്മൾ തുടച്ച് നല്ല വൃത്തിക്ക്, അപ്പോൾ നല്ല ഉണങ്ങിയ അരകല്ലേ വെച്ചിട്ടാണ് നമ്മൾ ഇടിക്കുന്നത് കേട്ടോ. ഈ ഒരു തരത്തിൽ ഇടിക്കുക. അധികം നമ്മൾ ഭയങ്കര അങ്ങോട്ട് ഇടിക്കരുത്, അന്നേരം അതിങ്ങനെ ഒരുമാതിരി കുഴഞ്ഞു പോകും. ജസ്റ്റ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ഇടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ അരപ്പാക്കേണ്ട സംഭവം ഒന്നും കൂടെ പറഞ്ഞു പോയി. ഞാൻ പറയുമ്പോൾ ഇനി മറന്നു പോകുമെന്നറിയത്തില്ല. അപ്പോൾ ഒന്നും കൂടെ പറയാം. നമ്മൾ തേങ്ങ ചിരണ്ടിയത്, പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തോരൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് തേങ്ങ ഇടാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയ തേങ്ങ ആയതുകൊണ്ട് ഒരു അരമുറി തേങ്ങ എടുത്തു. പിന്നെ അതിനകത്തോട്ട് മഞ്ഞൾ പൊടി ഇട്ടു, കുരുമുളക് പൊടി ഇട്ടു, വെളുത്തുള്ളി, സവോള, പിന്നെ ജീരകം. നേരത്തെ ഞാൻ ജീരകം പറയാൻ മറന്നുപോയല്ലേ, ജീരകം, പിന്നെ എന്താണ് നമ്മുടെ കറിവേപ്പില. ഇത്രയൊരു സംഭവമാണ് കേട്ടോ നമ്മൾ എന്താണ് ഒതുക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. പിന്നെ സവോളയും കേട്ടോ. ഓരോ സംഭവം ഇടയ്ക്കിടയ്ക്ക് ഞാൻ മറന്നു പോകും. അപ്പോൾ അത്രയും സംഭവങ്ങൾ നമ്മൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അത് ഒതുക്കിയെടുത്ത് കേട്ടോ. അധികം അരച്ചില്ല, ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ടേ ഉള്ളൂ കേട്ടോ. അത് നമ്മൾ മിക്സിക്കകത്തിട്ടാൽ ശരിയാവത്തില്ല, അത് കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ അരകല്ലുണ്ടെങ്കിൽ അരകല്ലിൽ നമ്മൾ ഇതാക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഈ ഒരു എന്നാണ് പരുവത്തിലാക്കുക, അല്ലാണ്ട് അധികം നമ്മൾ കുഴച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രസം വരത്തില്ല. ഈ ഒരു പരുവത്തിലിരിക്കണം, ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണം പോലെ. എന്താണ് നമ്മൾ അരകല്ലുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇനി അടുത്തത് നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചീനച്ചട്ടി അടുപ്പിൽ വെക്കുക. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. പിന്നെ നമ്മൾ ഇവിടെ ആണെങ്കിൽ നമ്മൾ ഈ എന്നാണ് മുരിങ്ങയില തോരനൊക്കെ നമ്മൾ അരി വറക്കത്തില്ലേ, അരി ഇടത്തില്ല, അതുപോലെ നമ്മൾ ഇതിനകത്ത് നമ്മൾ അരി ഇടുന്നുണ്ട് കേട്ടോ. അരിയാണെങ്കിൽ ഒരു നല്ല ഇതായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരി ഇടുന്നത്. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി വരുന്നേ ഉള്ളൂ, അന്നേരത്തിന് നമ്മൾ കുറച്ച് അരി ഇട്ട് കേട്ടോ. അപ്പോൾ അരി നമ്മൾ ചൂടായി വരുമ്പോഴത്തേന് ഇങ്ങനെ എന്താണ് ഒരു വെള്ള കളറായിട്ട് വരത്തില്ലേ, അപ്പോൾ ആ ഒരു രീതിക്ക് ആയിട്ട് വരുമ്പോഴത്തേന് നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് നമ്മൾ ഒരു 1-2-3 അല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും കൂടെ ഇടുക. അതൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും. വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ ചെറിയുള്ളി അരിഞ്ഞതും കൂടെ ഇതിനകത്തോട്ട് ഇടുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഈ ഒരു രീതിക്ക് നമ്മുടെ അരി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ഇടുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ അടുത്തത് അരപ്പാണ് കേട്ടോ ഇടേണ്ടത്. ജസ്റ്റ് ഒന്ന് കളറ് മാറുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ അരപ്പിടാം. നമ്മൾ അരപ്പെന്ന് പറയുമ്പോൾ അരച്ചിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിനകത്തോട്ട് ഇടുക കേട്ടോ. അതൊരു നേരത്തെ നമ്മൾ നമ്മുടെ എന്താണ് തേങ്ങയ്ക്കകത്ത് ഒതുക്കുന്നതിനകത്ത് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടായിരുന്നു, എന്നാലും കുറച്ചും കൂടെ ഇതിനകത്ത് നമ്മൾ കറിവേപ്പില ഇടുക കേട്ടോ. ഇനി നമ്മൾ ഒതുക്കി വെച്ചേക്കുന്ന തേങ്ങയും സംഭവങ്ങളെല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക കേട്ടോ. അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ മറ്റേതിനകത്തോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല, അതിൻ്റെ ഒരു പച്ചമണം പെട്ടെന്ന് പോകത്തില്ല. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് നമ്മൾ അതിൻ്റെ ആ ഒരു ചൂടാക്കി അതിൻ്റെ ഒരു പച്ചമണം കളയുക കേട്ടോ. ഇനി പ്രത്യേകിച്ചൊന്നുമല്ല, ഇത് ജസ്റ്റ് ജസ്റ്റ് ചൂടായി കഴിയുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു പച്ചമണം പോകത്തില്ലേ, ആ ഒരു സമയത്തിന് നമ്മൾ ഇടിച്ചു വെച്ചേക്കുന്ന ഇടിച്ചക്ക നമ്മുടെ ഇതിനകത്തോട്ട് ഇടുക. ഇട്ട് ജസ്റ്റ് 1-2 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ ഇത് ഒന്ന് വേവിക്കുക. ഓൾറെഡി വെന്തതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് ഇത് ഈ നമ്മുടെ തേങ്ങയും ഇതുമായിട്ടൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് വലിയ തീ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പം കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീയിൽ നമ്മൾ ചെയ്യുക. ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം പെട്ടെന്ന് റെഡി ആയില്ലേ. നമ്മൾ ജസ്റ്റ് ഇച്ചിരി ഒരു വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് കുറച്ചൊരു വെള്ളം ഒഴിക്കുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് നമ്മളിനി ചെയ്യാനൊന്നുമില്ല. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് 10 മിനിറ്റും കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു കറിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. എല്ലാവർക്കും, എൻ്റെ വീട്ടിലൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കറിയാണ് നമ്മുടെ ഇടിച്ചക്ക തോരൻ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ചക്കയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഉണ്ടായി വരുന്ന കറക്റ്റ് സമയമാണ്. ചിലയിടത്തൊക്കെ ഓൾറെഡി വലിയ ചക്കയായി, എന്നാലും കിട്ടുവാണെങ്കിൽ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട സംഭവമാണ് കേട്ടോ നമ്മുടെ ഇടിച്ചക്ക തോരൻ.
അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഇടിച്ചക്ക തോരൻ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെയൊക്കെ ഇടിച്ചക്ക തോരൻ എന്നാണ് പറയുന്നത് കേട്ടോ. ചക്ക ഇടിച്ചിട്ടുണ്ടാക്കുന്ന തോരൻ. അപ്പം ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും അല്ലേ. അപ്പോൾ പെട്ടെന്ന് 10 മിനിറ്റും കൊണ്ട് ആ ചക്കയൊന്ന് വേകാൻ എടുക്കുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ. പിന്നെ അരപ്പിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോരൻ റെഡിയായി. അത്ര പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമുള്ളൂ. അപ്പം നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഓരോ സംഭവം കൊണ്ട് തോരൻ, ഇപ്പം പയറും അങ്ങനത്തെ ചിലപ്പോൾ ചില സമയത്തൊന്നും ഈ കടയിൽ നിന്ന് മേടിക്കുന്നതിന് ഒരു രുചിയും ഇല്ല. ചുമ്മാ എന്തോ ഒരു രസമില്ലോ. അപ്പോൾ ആണെങ്കിൽ അതൊക്കെ എന്തൊക്കെ ഇട്ടിട്ട് വരുന്നതാണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പം പറ്റുന്ന അത്രയും നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. തോരൻ വെക്കാനുള്ള സംഭവം എന്താണെങ്കിലും നമുക്ക് പറമ്പിൽ നിന്ന് കിട്ടും കേട്ടോ. ഒന്നുകിൽ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നതാ നമ്മുടെ മുരിങ്ങയില തോരനോ, അല്ലെങ്കിൽ ഇതുപോലെ ചക്കയോ, അല്ലെങ്കിൽ നമ്മുടെ കപ്പളങ്ങയോ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവം, വാഴക്കയോ വാഴച്ചുണ്ടോ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പം പറമ്പിൽ നിന്ന് തന്നെ ആണെങ്കിൽ അത്രയും നമുക്ക് നല്ലതല്ലേ. അപ്പം നമ്മുടെ ഇടിച്ചക്കത്തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.